26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. നമ്മൾ ബീഫ് മാർക്കറ്റ് വിൽക്കുന്ന 500 രൂപ, ഹോട്ടലിൽ കൊടുക്കണം 400-450 ഹോട്ടലിൽ കൊടുക്കാൻ പറ്റും. ബീഫിനാണ്. കോഴി ഇറച്ചിക്ക് 180 രൂപ വിൽക്കുന്ന വില. അതും കിട്ടാനില്ല, ബീഫും കിട്ടാനില്ല, മാട് കിട്ടാനില്ല. മട്ടന് 1100 രൂപ. തമിഴ്നാട് സാധനം, ആന്ധ്ര, കർണാടക, തമിഴ്നാട് സാധനം ഇങ്ങോട്ട് വരുന്നില്ല, മാടൊന്നും വരുന്നില്ല. ഇനിയിപ്പം വെജിറ്റേറിയനും കാര്യങ്ങളൊക്കെ അല്ലേ. ഇല്ല, ബിസിനസ്സുണ്ട്, ബിസിനസ്സിന് കുറവൊന്നുമില്ല, ഒന്നും കുറവില്ല. എന്തായിരുന്നാലും മാംസം കഴിക്കണമല്ലോ ആൾക്കാർക്ക്. മീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇറച്ചി ഉപയോഗിക്കുന്നത്. ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളത്. പൊതുവേ ബാക്കിയുള്ള ദിവസം കുറവാണെന്ന്, ബാക്കിയുള്ള ഹോട്ടലിൽ ഒക്കെയാണ്. എല്ലാ മേഖലയും ഇതാണ്. എന്താ സാധനം വാങ്ങിക്കാം, ഒരു സാധനം വാങ്ങിക്കാൻ എല്ലാ സാധനവും വില കൂടുതൽ, എല്ലാ സാധനത്തിനും വില കൂടുതൽ. ഇപ്പം നല്ല മട്ടന് 1200 രൂപ കൊടുക്കണം. പിന്നെ ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ ആകുമ്പോൾ 800-900-ക്കെ. ഇപ്പം തീറ്റയ്ക്ക് വളരെ വില കൂടി. ഈ വില കൂടിയ സാഹചര്യത്തിൽ കോഴിക്ക് വില കൂടിയപ്പം കച്ചവടം വളരെ മോശം. ഇങ്ങനെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കച്ചവടമുണ്ട്. മുമ്പ് നടന്നിട്ടുള്ള കച്ചവടം ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് വളരെ മോശം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, മണി 12 അതിന് മുമ്പേ കച്ചവടം എല്ലാം തീർന്നു. ആരുമില്ല, സാധനങ്ങൾ വാങ്ങാൻ ആളില്ല. ഈ തീറ്റയ്ക്ക് വില കൂടിയതാണ് ഇപ്പം കോഴിക്ക് വില കൂടാൻ കാര്യം. ഇപ്പോൾ ബീഫിന് വില കൂടി, കോഴിക്കും വില കൂടി. കോഴിക്ക് 190 രൂപ വരെ ഇപ്പോൾ വിലയാണ് ലൈവ്. എവിടെ കുറേ? ഈ തീറ്റയുടെ വില കുറഞ്ഞാൽ മാത്രമേ കോഴിക്ക് വില കുറയുള്ളൂ. തീറ്റയുടെ വില കൂടിയിരിക്കുന്നതുകൊണ്ട് കോഴിക്ക് വില കുറയില്ല. ലോഡ് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇവിടെ വളരെ കുറച്ച് കോഴി വളർത്തുള്ളൂ. മാട് വരുന്നത് അതുപോലെ തന്നെ. മാടിപ്പം വരുന്നത് വളരെ കുറവ്. അവിടെ നിയന്ത്രണമാണ്, പുറത്തോട്ട് വിടണ്ട എന്നുള്ളത്. കോഴിത്തീറ്റയുടെ വില ഉയർന്നതാണ് കോഴിയിറച്ചിയുടെ വില വർദ്ധിക്കാൻ കാരണമെന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വില ഉയരാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത്. ബീഫിനും ചിക്കനും മട്ടനും പോത്തിനുമൊക്കെ പൊള്ളുന്ന വിലയാണ്. കച്ചവടക്കാർക്ക് വലിയ പ്രതിസന്ധിയും. തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.